സോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ മുകളിൽ കാണിക്കുന്ന ടോപ്പിക്സ് പറയാനാണ്. ഇതെന്തെന്നല്ലേ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷനെ ശ്രദ്ധിച്ചോ. എൻ്റെ വീട്ടിൽ എത്ര പേരാണ്? 4 പേരുണ്ട്. അത്യാവശ്യം ഞങ്ങൾക്ക് കിഡ്സിൽ 2 പേർക്ക് അത്യാവശ്യം മൈൻഡും ബ്രെയിനും ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഗൈസ്, നമുക്ക് ബുദ്ധി മാത്രം പോരാ. ബുദ്ധി മാത്രമല്ല നമുക്ക് വേണ്ടേ, നമുക്ക് കോൺഫിഡൻസ് വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ കൺട്രിയിൽ പോയാൽ നമുക്ക് അവരുടെ ഭാഷ സംസാരിക്കാൻ കോൺഫിഡൻസ് വേണം. ഇവിടെ ഒരുത്തിയുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് അറിയാം, പാട്ട് പാടാൻ അറിയാം, ഡാൻസ് കളിക്കാൻ അറിയാം, എല്ലാം വീട്ടിൻ്റെ അകത്ത്. പുറത്തോട്ടൊന്നുമില്ല. ഞാനിവിടെ കളിക്കും, ഇവിടെ നന്നായിട്ട് കളിക്കും. പക്ഷെ പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ അതായത് എൻ്റെ സ്കൂളിൽ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരു പേടിയില്ല. കാരണം ഞാൻ ആനുവൽ ഡേക്ക് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചിട്ട് അപ്പോഴാണ് സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നത്. ഞാൻ പാട്ട് പാടാൻ കയറത്തില്ല ഒറ്റക്ക്. എനിക്ക് നല്ല പേടിയാണ് പാട്ട് പാടാൻ. ഞാൻ വീട്ടിൽ ഇരുന്ന് പാടാറുണ്ട്. നമ്മളിങ്ങനെ ജീവിക്കാത്ത ലിറിക്സൊക്കെ ഇട്ട് പഠിച്ച് പാടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയാണ്, കോൺഫിഡൻസ്. നമ്മൾ എന്തൊരു പരിപാടി ചെയ്യാൻ ഇറങ്ങിയാലും നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് വേണം. അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് തയ്യാറെടുക്കണം. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പാടിൻ്റെ ആദ്യത്തെ ഒരു വലിയ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാം. പക്ഷെ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടണം. പഠിത്തത്തിലായാലും ശരി, നമ്മുടെ ഇൻഫ്ലുവൻസറായാലും, നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴായാലും ശരി, ജോബ് വർക്കിൻ്റെ കാര്യങ്ങളായാലും ശരി, നമ്മുടെ ഫിനാൻഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, ഹോം എസൻഷ്യൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ശരി, നമ്മൾ അതായത് എല്ലാത്തിനും നമുക്ക് കോൺസെൻട്രേഷൻ വേണം, കോൺഫിഡൻസ് വേണം. നമ്മുടെ ഉള്ളിൽ നമുക്കങ്ങനെ ചെയ്യാം. എന്നെക്കൊണ്ട് അതിന് കഴിയും. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ, വീട്ടമ്മ ഒരു വീട് ഫുള്ള് ജോലിക്ക് പോകാതെ ആ വീട്ടിലെ കാര്യങ്ങളും ആ മക്കളെ ഒരുക്കി വിടുന്നതും ഹസ്ബൻഡിന് ഫുഡ് കൊടുത്ത് പറഞ്ഞു വിടുന്നത് ഒക്കെ ഒരു വീട്ടമ്മയുടെ ജോലിയാണ്. പക്ഷേ ചിലപ്പോൾ ഈ 10ാം ക്ലാസ് +2 ഒക്കെ നല്ല മാർക്ക് വാങ്ങിച്ച് നേടിയവരായിരിക്കും ഇപ്പോൾ വീട്ടമ്മയായിട്ടൊക്കെ നിൽക്കുന്നത്. പണ്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടെ മെച്ചുവറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ള ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് എല്ലാ വിഷയങ്ങളും. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 4-5 ക്ലാസ് വരെ എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ലായിരുന്നു. എനിക്ക് വായിക്കാൻ പേടിയായിരുന്നു, എനിക്ക് പാട്ട് പാടാൻ പേടിയായിരുന്നു, ഡാൻസ് കളിക്കാൻ പേടിയായിരുന്നു. പക്ഷേ ഞാൻ 6th വന്നപ്പോഴത്തേക്കും അത്യാവശ്യം എൻ്റെ പേടിയൊക്കെ മാറി. ക്ലാസ്സിൽ ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് മിസ് ഇങ്ങനെ വായിക്കാൻ പഠിപ്പിക്കും. ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് ഞാൻ. ഈ 7ാം ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു ആപ്പാട് 2 മാസം ആയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രാവശ്യം മലയാളം ടീച്ചർ, കാരണം ഞാൻ നന്നായിട്ട് കവിത പാടും, അതെനിക്കറിയാം. ഞാൻ നന്നായിട്ട് കവിത പാടും. ക്ലാസ്സിൽ കവിതയൊക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ അതിൻ്റെ ടൂണൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ കള്ളത്തരം പറയില്ല, വേണം എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ, എൻ്റെ മിസ്സുമാരോട് ചോദിച്ചാൽ പറയാൻ പറ്റും. അവർ പറഞ്ഞു തരും. ഞാൻ ടൂണിടാനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, എനിക്ക് പാടാനറിയാം. ഞങ്ങൾ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് കവിതയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ടൂണിട്ട് പാടും. ഒരുമിച്ച് ഞങ്ങൾക്ക് ഈസിയായ പീരീഡ് വരുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ ആയിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, കവിതകൾ ചൊല്ലും. അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റും ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പഠിത്തത്തിൽ നല്ല കോൺസെൻട്രേഷൻ വേണം. എൻ്റെ 5ലെ എക്സാം വേണ്ട പോട്ടെ, 6ലെ ഓൺ എക്സാം എനിക്കൊന്ന് പറയാൻ പറ്റുമോ? 6 ഓൺ എക്സാമിന് എനിക്ക് തീരെ മാർക്കില്ലായിരുന്നു. BSനൊക്കെ എത്ര 30-ൽ 25, 15 എത്ര അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. കാരണം ഞാൻ 6ൽ പഠിക്കാറേ ഇല്ല. പിന്നെ 6ൽ ജസ്റ്റ് ഇങ്ങനെ പാസ്സാക്കി വിടുന്നതുകൊണ്ട് പറ്റില്ല. പക്ഷേ 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് നമ്മുടെ എന്താണ് അതിൻ്റെ പേരെന്താണ്, ഹയർ സെക്കൻഡറിയോ ലോവർ സെക്കൻഡറിയോ, HSS അല്ലേ, LP. ഞങ്ങളിപ്പോൾ UP ഇല്ലേ, UPയിലെ ഏറ്റവും ഹയർ ക്ലാസ്സാണ് ഞങ്ങളുടേത്. UP എന്ന് പറയുന്നത് 5th, 6th, 7th ആണ്. അതുപോലെ 7th ഞങ്ങളാണ് UP സ്കൂളിലെ UP ഈ ഒരു ടൈമിലെ സീനിയേഴ്സ്. അപ്പോൾ ഞങ്ങളൊക്കെ എന്താണ് താഴെയുള്ള 5th, 6th ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മിസ്സ് പറയുന്നത്, ഞങ്ങളുടെ മിസ്സ് ഷെനാസ് മിസ്സാണ്. മിസ്സ് എല്ലാത്തിനും പെർഫെക്റ്റാണ്, ഒന്നിനൊന്നിനും മികച്ചതാണ് മിസ്സിൻ്റെ എല്ലാ ക്ലാസ് റൂമും. ഇപ്പോൾ പാരൻസ് മീറ്റിങ്ങിന് വരുന്ന പാരൻസ് തന്നെ ആയാലും ശരി, ഇപ്പോൾ കുട്ടികൾ തന്നെ ആയാലും ശരി, എല്ലാവർക്കും മിസ്സിന് ഭയങ്കര കാര്യമാണ്. കാരണം മിസ്സ്
ഇങ്ങനെ ഈ പരിപാടിക്കൊന്നും ചേരാതെ മാറി നിൽക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് കുഴപ്പമില്ല, പരിപാടിക്ക് ചേരും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ മിസ്സ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അങ്ങനെ വരാൻ പറ്റിയത്. സോ നിങ്ങളോട് ഞാൻ പറയുന്നതാണ്, നമ്മൾ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുക, പിന്നെ നമ്മൾ നമ്മുടെ ഇതിൽ കരിയറിലും കോൺസെൻട്രേഷൻ ചെയ്യുക. നമ്മളിപ്പോൾ ഡാൻസ് ആണോ, ആക്ടിവിറ്റീസ് ആണോ, എക്സസൈസ് ആണോ, എന്ത് ചെയ്താലും എല്ലാത്തിനും നമുക്ക് കോൺസെൻട്രേഷനും നമുക്ക് കോൺഫിഡൻസ് ഒക്കെ വേണം. കോൺഫിഡൻറ്റ് ഇല്ലെങ്കിൽ ഒരിടത്തും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും വിജയിച്ച് നാട്ടുകാരെ കാണിക്കാൻ പറ്റൂ എന്ന് സ്വന്തം മൈൻഡിൽ വെച്ചുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം അവ.